ഹലോ എവരിവൺ, MBA ക്ലൗഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. MBA അഡ്മിഷൻ 2026 ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന വിഷയം ഇതാണ്. നിങ്ങളൊരു ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണോ, അതോ ഓൾറെഡി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ആളാണോ, MBA അഡ്മിഷൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ആളാണോ? തീർച്ചയായിട്ടും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. MBAയുടെ നിരവധി എൻട്രൻസ് എക്സാംസുകളുണ്ട്, പലതരത്തിലുള്ള പ്രോസസ്സുകളുണ്ട്, ഒരുപാട് കോളേജുകളുണ്ട്, അതിൽ തന്നെ മികച്ച ഒരുപാട് കോളേജുകളുണ്ട്, ക്വാളിഫൈങ് മാർക്സ്, പ്രിപ്പറേഷൻ എങ്ങനെ ചെയ്യാം, ഇങ്ങനെ പല കാര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് കൺസേൺസും ഡൗട്ട്സും ഒക്കെ ഉണ്ടാകാം. ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ കവർ ചെയ്യുന്നു. കേരളത്തിനകത്തും പുറത്തുമുള്ള എൻട്രൻസ് എക്സാംസുകളെ പറ്റി നമ്മൾ പറയാൻ ശ്രമിക്കുന്നു. വീഡിയോയിലേക്ക് കടക്കാം. ജനറലി നോക്കുകയാണെങ്കിൽ MBA എൻട്രൻസ് എക്സാം ഒരുപാടധികം എൻട്രൻസ് എക്സാംസുകൾ ഉള്ള ഒരു മേഖലയാണ് MBA എന്ന് പറയുന്നത്. അതിന് പ്രധാനമായിട്ടും നമ്മൾ ക്യാറ്റ് എക്സാം, നാഷണൽ ലെവൽ IIMs കണ്ടക്ട് ചെയ്യുന്ന ക്യാറ്റ് എക്സാം ആണ് ഇതിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ചൊരു എക്സാം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. എഗെയിൻ ഇത് കൂടാണ്ട് മറ്റ് എക്സാംസുകളൊക്കെ തന്നെയുണ്ട്. CMAT എക്സാം വളരെ പ്രധാനപ്പെട്ട എക്സാം, നാഷണൽ ലെവലാണ് നടന്ന എക്സാമാണ്. ഇനി കേരളത്തിലെ കോണ്ടെക്സ്റ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു എക്സാമാണ് KMAT കേരള. കർണാടകയ്ക്ക് ഒരു KMAT ഉണ്ട്, അതുകൊണ്ട് KMAT കേരള എന്നാണ് വിളിക്കാൻ കുറച്ചുകൂടി നല്ലത്. ഇത് കൂടാണ്ട് സേവിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, MAT എക്സാം, പ്രൈവറ്റ് സ്ഥാപനങ്ങൾ നാഷണൽ ലെവൽ തന്നെ PGDM പോലത്തെ പ്രോഗ്രാമിനോ ഒക്കെ ഈവൻ ചിലയിടത്തൊക്കെ MBA പ്രോഗ്രാമിലൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന MAT എക്സാം, നിരവധി എൻട്രൻസ് എക്സാംസുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഈ എക്സാംസുകളെ പറ്റിയൊക്കെ നമുക്കൊരു നല്ലൊരു ധാരണ ഉണ്ടാകേണ്ടത് നല്ലതാണ്. ഇതിൽ കൂടുതൽ നമ്മൾ കേരളത്തിലെ എക്സാംസുകളെ പറ്റി സംസാരിക്കുന്നു, കേരളത്തിന് പുറത്തുള്ള അഡ്മിഷന്റെ സിനാരിയോ രണ്ട് സംസാരിക്കുന്നു. കൂടുതൽ സംസാരിക്കുന്നത് കേരളത്തിലെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആദ്യം നമുക്ക് നോക്കാം. കേരളത്തിൽ MBA എൻട്രൻസ് എക്സാം കേരളത്തിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട എക്സാംസുകൾ അല്ലെങ്കിൽ അപ്പിയർ ചെയ്യേണ്ട എക്സാംസുകൾ, ഒന്നാമത്തെ എക്സാം ക്യാറ്റ് എക്സാംസ് ആണ്. ഈ ക്യാറ്റ് എക്സാംസിനെ പറ്റി നമ്മൾ അധികം സംസാരിക്കുന്നില്ല, കാരണം ഇതിന്റെ അപ്ലിക്കേഷൻ പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. 2026 അഡ്മിഷനേക്കുള്ള ക്യാറ്റ് എക്സാം സാധാരണ നടക്കുന്നത് 2025 നവംബർ മാസത്തിലാണ്. ഈ വർഷവും ഇതേ രീതിയിൽ തന്നെയാണ് ഇത്തവണ നടക്കുന്നത്, അപ്പോൾ അത് മാറ്റമില്ല. അതുകൊണ്ട് അതിന്റെ അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ക്യാറ്റ് എക്സാമിനെ പറ്റി കൂടുതൽ വിശദമായി സംസാരിക്കുന്നില്ല. പക്ഷേ ക്യാറ്റിന്റെ ചില അപ്ഡേറ്റ്സുകൾ നമ്മുടെ ചാനലിൽ വരും ദിവസം കൊടുക്കുന്നതായിരിക്കും. അതിൽ അഡ്മിറ്റ് കാർഡൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇനി നമ്മൾ കേരളത്തിലെ കോണ്ടെക്സ്റ്റ് നമ്മൾ പ്രധാനമായിട്ട് സംസാരിക്കുന്ന KMAT കേരള എക്സാമിനെ പറ്റിയും CMAT എക്സാമിനെ പറ്റിയും ആയിരിക്കും കൂടുതലായിട്ട് സംസാരിക്കുന്നത്. ഇത് രണ്ടുമാണ് കേരളത്തിൽ ഇനി നിങ്ങൾ ക്യാറ്റിന് അപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ, കേരളത്തിൽ MBA അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ശ്രമിക്കാവുന്ന രണ്ട് പ്രധാനപ്പെട്ട എക്സാം ഇത് രണ്ടുമാണ്, KMAT കേരള ആൻഡ് CMAT എക്സാം. ഇതിൽ KMATനെ പറ്റി സംസാരിച്ച് തുടങ്ങാം, കാരണം ഇതിൽ കൂടുതൽ കേരളത്തിന് വേണ്ടി മാത്രമുള്ള എക്സ്ക്ലൂസീവ് എക്സാം ആയതുകൊണ്ട് ഞാൻ KMAT എക്സാമിനെ പറ്റി സംസാരിച്ച് തുടങ്ങുന്നു. നമ്മുടെ ചാനലിൽ പ്രീവിയസ് ഇയറിലൊക്കെ ഒരുപാട് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ 2026 KMATനെ പറ്റിയുള്ള ചില നമ്മുടെ എക്സ്പെക്ടേഷൻസ് ഒക്കെ പറയുകയാണ്. യൂഷ്വലി ഈ ഒരു ട്രെൻഡ് അനുസരിച്ച് ഈ വീഡിയോ പൂർണ്ണമായിട്ടും നമ്മൾ പ്രീവിയസ് ഇയർ ട്രെൻഡ് അനുസരിച്ചാണ് നമ്മൾ ഈ ഒരു ടൈമും പാറ്റേണൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് 2026 കറക്റ്റായ ഡീറ്റെയിൽസ് നമുക്ക് എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ട്രെൻഡ് അനുസരിച്ച് എല്ലാ വർഷവും രണ്ട് KMAT എക്സാംസ് നടക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷം സിനാരിയോ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് KMAT എക്സാം സെഷൻ 1 ഫെബ്രുവരി മാസത്തിലും സെഷൻ 2 മെയ് മാസത്തിലായിട്ടാണ് നടന്നത്. പല ടോപ്പ് കോളേജുകളും ഫസ്റ്റ് സെഷനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് സെഷനിൽ മാത്രം അഡ്മിറ്റ് ചെയ്ത ചില കോളേജുകൾ ഉണ്ട് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ MBA പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ KMATന്റെ ഫസ്റ്റ് സെഷൻ നിർബന്ധമായിട്ടും എഴുതുക എന്നാണ് എനിക്ക് പറയുന്നത്. ലാസ്റ്റ് സെഷനിലേക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കരുത്. ലാസ്റ്റ് സെഷൻ കുറേ റിസ്കിയാണ്. ഇൻ കേസ് നമുക്കത് വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ പലപ്പോഴും നല്ല കോളേജുകളൊക്കെ മിസ്സാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് റിമൈൻഡ് ചെയ്യുന്നു, KMAT എക്സാം നല്ല MBA അഡ്മിഷൻ കേരളത്തിൽ 2026 നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ KMATന്റെ ഫസ്റ്റ് സെഷൻ തന്നെ നിങ്ങൾ അപ്പിയർ ചെയ്യുക. അതുപോലെ തന്നെ CMAT നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാം. സോ KMAT എക്സാമിന്റെ മറ്റു കുറച്ച് ഡീറ്റെയിൽസ് കൊണ്ട് നമുക്ക് നോക്കാം. യൂഷ്വലി KMAT എക്സാം കേരള ഗവൺമെന്റിന്റെ മോണിറ്ററിംഗിൽ CE പ്രവേശന പരീക്ഷ കമ്മീഷണർ കാര്യാലയം, ഓഫീസ് ഓഫ് കമ്മീഷണർ ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ ആണ് കണ്ടക്ട് ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് എൻട്രൻസ്, എല്ലാവരും മെഡിക്കൽ എൻട്രൻസ്, പല എൻട്രൻസ് എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന പോലെ തന്നെ MBAയുടെ പ്രവേശനം ഈ ഒരു ബോഡിയാണ് കണ്ടക്ട് ചെയ്യുന്നത്. www.ce.kerala.gov.in വെബ്സൈറ്റ് ആണ് നമുക്ക് ഇതിൽ വിസിറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതിന്റെ അപ്ഡേറ്റ്സുകളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വെബ്സൈറ്റ് നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുകയും ചെയ്യും. നിങ്ങളുടെ MBA എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ MBA അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ പ്രത്യേകം ഈ സമയങ്ങളിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യും വെക്കാം. കാരണം നമ്മൾ വളരെ ക്വിക്കായിട്ട് അപ്ഡേറ്റ്സുകൾ നമ്മൾ തരാൻ ശ്രമിക്കുന്നു. അഗൈൻ നിങ്ങൾക്ക്
പലരും ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എൻട്രൻസിന് റിലേറ്റഡ് ആയുള്ള നമ്മുടെ കോച്ചിങ് അല്ലെങ്കിൽ ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന്. നമ്മളൊരു ഓൺലൈൻ ട്രെയിനിങ് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ലൈവ് ട്രെയിനിങ്ങിനേക്കാൾ ഉപരി നമ്മുടെ ചില എക്സ്ക്ലൂസീവ് വീഡിയോ കണ്ടന്റ് വഴിയുള്ള കോച്ചിങ് ആണ് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് നമ്മുടെ വീഡിയോസുകളും ട്രെയിനിങ്ങും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി. ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഇങ്ങനെ കാണാൻ സാധിക്കും. അതിന് തൊട്ടപ്പുറത്ത് തന്നെ ജോയിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഒരു മെമ്പർഷിപ്പ് പ്ലാൻ നിങ്ങൾക്ക് അവൈൽ ചെയ്യാനുള്ള ഫെസിലിറ്റി നിങ്ങൾക്കുണ്ട്. നിങ്ങൾ MBA എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെഡിക്കേറ്റഡ് ആയ വീഡിയോസുകൾ, എന്താണ് ഇതിൻ്റെ വ്യത്യാസം, മോക്ക് ടെസ്റ്റുകൾ, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോസുകൾ, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയ വീഡിയോസുകൾ, കൂടുതൽ കണ്ടന്റുകൾ, ഇവയൊക്കെ തന്നെ നമ്മൾ ഈ ഒരു ചാനലിലെ മെമ്പേഴ്സ് ഉള്ളി കണ്ടന്റ് ആയിട്ടായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന. ഫ്രീ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള വീഡിയോസുകൾ ഉണ്ടാവും, ഓൾറെഡി ഉള്ള വീഡിയോസ് ഉണ്ടാവും. പക്ഷേ കൂടുതലായിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും members only shorts, members only videos, again general knowledge, current affairs related updated videoസുകൾ. അപ്പോൾ അങ്ങനെയുള്ള കൂടെ അപ്ഡേറ്റഡ് ആയ ട്രെയിനിങ്ങുകൾ കിട്ടാനായിട്ട് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഓപ്ഷൻ നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ സാധിക്കും. സോ ഇതാണ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. സോ മെമ്പർഷിപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പെർ മന്ത് 89 എന്നൊരു പാക്കേജ് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം. അതൊരു പെർ മന്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഫെബ്രുവരി മാസത്തെ എക്സാം കണ്ടക്ട് ചെയ്യുവാണെങ്കിൽ ഒരു 4-5 മാസം നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യേണ്ട ഒരു മാക്സിമം ഒരു 500 രൂപ താഴെ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഓവറോൾ ഫീ ആയിട്ട് വരുന്നുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 300-400 രൂപയൊക്കെ, മാക്സിമം 200-300 രൂപയ്ക്ക് 250 രൂപയൊക്കെ ചിലപ്പോൾ ഇതിന് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. സോ ഇമ്പോർട്ടൻ്റ്ലി നോട്ട് ചെയ്യുക, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ, KMAT എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ നിങ്ങൾ ഈ ഒരു മെമ്പർഷിപ്പ് പ്ലാനാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി ഓൾറെഡി നിങ്ങൾ ചിലരൊക്കെ നമ്മുടെ പ്രീവിയസ്ലി എക്സിസ്റ്റ് ചെയ്ത മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെമ്പർഷിപ്പിലേക്ക് ഈസി ആയിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും. അത് ഓൾറെഡി നമ്മുടെ മെമ്പേഴ്സ് ഉള്ള സെഗ്മെന്റ് നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇതൊരു കാര്യം മനസ്സിൽ വെക്കുക. തുടർന്ന് മറ്റ് ഡീറ്റെയിൽസുകളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ എഗെയിൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ പ്രീവിയസ് KMATനെ ബേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതായാലും വളരെ അപ്ഡേറ്റഡ് ആക്യുറേറ്റഡ് ആയ ഡീറ്റെയിൽസ് വേണ്ടി 2026 നോട്ടിഫിക്കേഷൻ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ജനറലി ഇതിന്റെ ഫീസ് സ്ട്രക്ചറൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. KMAT എക്സാമിന്റെ കഴിഞ്ഞ വർഷത്തെ പാറ്റേൺ ഇങ്ങനെയായിരുന്നു. 3 വർഷത്തെ എക്സാം ആയിരുന്നു. ഓൺലൈനിലായിരുന്നു എക്സാം ഉണ്ടായിരുന്നു. ഏജ് റെസ്ട്രിക്ഷൻ എന്ന് പറയാറില്ല. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റഡ് ആയിരിക്കണം എന്നല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഫൈനൽ ഇയർ ആയിരിക്കണം എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നത്. അഗെയിൻ ഇതിലെ മിനിമം ഒരു മാർക്ക് വരുന്നത് 10% ആണ് എലിജിബിലിറ്റി ആയിട്ട് കേരളത്തിൽ കൺസിഡർ ചെയ്യപ്പെടുന്നത്. 4 സെക്ഷൻസ് ആയിട്ടാണ് ഈ എക്സാം സാധാരണ കണ്ടക്ട് ചെയ്യാറ്. 180 questions, 720 മാർക്ക് എന്നുള്ളതാണ് പാറ്റേൺ. ഇതിനെ പറ്റിയുള്ള വിശദമായ സിലബസിനെ പറ്റിയുള്ള വിശദമായ വീഡിയോ ഒക്കെ ചാനലിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ പിൻ ചെയ്യുന്നുണ്ട്. സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് സിലബസ് പറയുന്നില്ല, പക്ഷേ എന്നാലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഒരുപാട് കവർ ചെയ്യുന്നു. നിങ്ങൾ മെമ്പർഷിപ്പ് പ്ലാനിലും ട്രെയിനിങ്ങിലൊക്കെ ഇതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുന്നതുമാണ്. എഗെയിൻ ഒരു നെഗറ്റീവ് മാർക്കും കൂടി ഉള്ളൊരു മാർക്ക് എക്സാം സ്കീമാണെന്ന് ഓർക്കുക. ട്രെയിനിങ് ഭാഗത്ത് നമ്മൾ കൂടുതൽ ഇതിനെപ്പറ്റി സംസാരിക്കാം. എഗെയിൻ ക്വാളിഫൈ മാർക്ക് സാധാരണ പറയുന്നത് കഴിഞ്ഞ വർഷമൊക്കെ 10% ആയിരുന്നു പറഞ്ഞത്. അതായത് 720-ൽ 72 മാർക്ക് കിട്ടിയാലാണ് നിങ്ങൾ എലിജിബിൾ ആവുക എന്നുള്ളതാണ് പറയുന്നത്. SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് 7.5 കാറ്റഗറി മാർക്ക് എന്നുള്ളതായിരുന്നു ഇതിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ മാനദണ്ഡം. അപ്പോൾ ഇതാണ് കഴിഞ്ഞ വർഷം ഫോളോ ചെയ്തൊരു ക്രൈറ്റീരിയ. എഗെയിൻ മറ്റൊരു എക്സാം CMAT എക്സാമാണ്. നാഷണൽ ലെവൽ നടത്തുന്ന എക്സാമാണ്. വർഷത്തിൽ ഒരു എക്സാം നടത്താറുള്ളൂ. ഈ എക്സാമിന്റെ പ്രത്യേകത, ഇത് എക്സാം കേരളത്തിൽ അഡ്മിഷന് വേണ്ടി മാത്രമല്ല നാഷണൽ ലെവലിലുള്ള NIT പോലുള്ള പ്രധാനപ്പെട്ട മിക്ക BE സ്കൂളുകളിലൊക്കെ ഈ ഒരു CMAT എക്സാം ആപ്ലിക്കബിൾ ആണ് MBA PGDA പ്രോഗ്രാമിന്. കഴിഞ്ഞ വർഷം ജനുവരി മാസത്തിലാണ് നടന്നത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലായിട്ട് നടക്കാം. അപ്പം NDA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഈ എക്സാമിന്റെ അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്ത് തന്നെയാലും വെബ്സൈറ്റ് exam nda.nic.ac.cmat എന്നുള്ളതാണ് എൻട്രൻസ് എക്സാം. ഈ വെബ്സൈറ്റ് NDA നാഷണൽ വിവിധ എക്സാംസ് കോർഡിനേറ്റ് ചെയ്യുന്ന ബോഡിയാണ് NDA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അവർ തന്നെയാണ് CMAT എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. CMAT അപ്ഡേറ്റ്സുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. CMAT കുറച്ചുകൂടെ KMATനെ സെക്കാനും കുറച്ച് ഡിഫിക്കൽട്ടായ എക്സാം ആയതുകൊണ്ട് കേരളത്തിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ കൂടുതലും KMAT ആണ് എഴുതി കണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് കൊടുക്കാം. കേരളത്തിലെ എൻട്രൻസ് എക്സാമിനെ പറ്റി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. കാറ്റും കേരളത്തിൽ കൺസിഡർ ചെയ്യുന്ന എക്സാമാണ്. പക്ഷേ കാറ്റിൻ്റെ ആപ്ലിക്കേഷൻ ടൈം കഴിഞ്ഞുകൊണ്ടാണ് അതിനെപ്പറ്റി വിശദമായിട്ട് സംസാരിക്കാത്തത്. കാറ്റ്, KMAT, CMAT ഇതുമാണ് കേരളത്തിൽ ഇതുവരെയുള്ള സിനാരിയോയിൽ അക്സെപ്റ്റ് ചെയ്ത എക്സാംസുകൾ. ഇത് കൂടാണ്ട് നാഷണൽ ലെവലിലൊക്കെയുള്ള മറ്റ് എക്സാംസുകളായ MAT ഉണ്ട്, SAT ഉണ്ട്. മറ്റ് കേരളത്തിലെ കോൺടെസ്റ്റിൽ PGDM പ്രോഗ്രാമിനൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അഗെയിൻ കേരളത്തിന് പുറത്തുള്ള പ്രൈവറ്റ് BE സ്കൂൾസിലും ഒക്കെ MAT എയിമയുടെ എക്സാമാണ്
ആണ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. സേവർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, സാറ്റ്, സിംബയോസിസിൻ്റെ എക്സാം, സ്നാപ്പ്, NMIT, നിരവധി എക്സാംസുകൾ പല പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും സെപ്പറേറ്റ് എക്സാംസുകളുണ്ട്. മറ്റ് ചില സ്ഥാപനങ്ങളും ഈ കോമൺ ആയിട്ടുള്ള എക്സാംസുകൾ അക്സെപ്റ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം എക്സാംസുകളെ പറ്റിയൊക്കെ വിശദമായിട്ട് നമ്മൾ വീണ്ടും സംസാരിക്കാം. അതായത് കേരളത്തിലെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഇതാണ് സംസാരിക്കുന്നത്. 2-3 എക്സാംസ് ആണ്, ഇനി 2 എക്സാംസ് ആണ് മുമ്പിലുള്ളത്. ഒരു കാര്യം കൂടെ ആഡ് ചെയ്ത് പറയുന്നത്, നമ്മൾ എൻട്രൻസിന് അല്ലെങ്കിൽ MBA അഡ്മിഷന് വളരെ സീരിയസ് ആയിട്ടാണെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമൊക്കെ ആയിരിക്കുന്നു. കാരണം ഓരോ എക്സാംസിനും അതിൻ്റെതായ ഒരു ഡിഫറെൻ്റ് ആയ പാറ്റേൺസ് ഒക്കെ ഉണ്ട്. ടോപ്പ് റാങ്ക്ഡ് ആയ ആൾക്കാർക്കാണ് നല്ല ക്യാമ്പസുകളിലൊക്കെ അഡ്മിഷൻ കിട്ടുക. അതുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് നമ്മുടെ മെമ്പർഷിപ്പ് പ്ലാൻ എടുക്കാം. ദാറ്റ് വിൽ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് കൂടുതൽ സ്കോർ ചെയ്യാനും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പരിശീലനം നിങ്ങളെ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോസുകൾ നിങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കും. സോ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. ടിൽ ദെൻ ഓൾ ഓഫ് യു ടേക്ക് കെയർ. ബൈ.